നമസ്കാരം. മനുഷ്യജീവിതത്തിൽ ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, അതായത് ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അസാധ്യകരമാണ്. എങ്കിൽ കൂടിയും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് തൊടുകുറി ശാസ്ത്രത്തിലൂടെ നമുക്ക് കുറച്ചെങ്കിലും വ്യക്തത വരുത്താൻ സാധിക്കുന്നതാണ്. അപ്രകാരം ഒരു തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. നാം ഈ അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളിൽ നിന്നും എല്ലാം രക്ഷപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ നടക്കുമോ അതോ അല്ലയോ, എങ്കിൽ എപ്പോൾ നടക്കും എന്ന്, അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നും നമുക്ക് വിശദമായി മനസ്സിലാക്കാം. അതിനുവേണ്ടി നിങ്ങൾക്കായി ഇവിടെ നൽകിയിരിക്കുന്നത് 2 പുഷ്പങ്ങളുടെ ചിത്രമാണ്. ഒന്നാമത്തെ ചിത്രം ആമ്പലും രണ്ടാമത്തെ ചിത്രം താമരയുമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ 2 ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചിത്രം തിരഞ്ഞെടുക്കുക. അതിൽ മനസ്സ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക. എല്ലാവരും 2 ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുന്നു. തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ ചിത്രമായ ആമ്പൽ ആണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇങ്ങനെയാണ്. ആമ്പൽപ്പൂ തിരഞ്ഞെടുത്ത് നിങ്ങൾ ശക്തമായ കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. ഏതൊരു കാര്യത്തിലും സ്വന്തം ചിന്ത പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. എവിടെ എന്ത് പറയണം, എവിടെ എന്ത് ചെയ്യണം എന്ന വ്യക്തമായ നിലപാടുള്ള വ്യക്തികളാണ് നിങ്ങൾ. ജീവിതത്തിൽ എത്ര വലിയ നേട്ടങ്ങൾ നേടിയാലും നിങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുന്നത് ഒറ്റപ്പെടലാണ്. ചിലപ്പോൾ അറിയാതെ പറഞ്ഞുപോയ ഒരു വാക്കിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിൻ്റെ പേരിൽ വേണ്ടപ്പെട്ടവരുടെ ഇടയിൽ നിന്നും മാറി നിൽക്കേണ്ട അവസ്ഥ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പിണക്കങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതായത് നിങ്ങളുടെ വാശിപ്പുറത്തുള്ള പിണക്കങ്ങൾ, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണക്കമുള്ള സ്വഭാവക്കാരാണ് നിങ്ങൾ. വാശിയും നിങ്ങളുടെ പ്രധാന സ്വഭാവം തന്നെയാകുന്നു. നിങ്ങൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ ഒന്ന് ക്ഷമിച്ചു പോവുകയാണെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതാണ്. അതിനാൽ തന്നെ ചെറിയ പിണക്കങ്ങൾ പോലും പരിഹരിച്ച് തീർക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. പല വ്യക്തികളുടെയും ജീവിതത്തിന് പുറകിൽ നിങ്ങളാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ട്. ആരെയും ഒറ്റപ്പെടുത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിർത്തിക്കൊണ്ട് എല്ലാവർക്കും തുല്യ സ്നേഹവും, ഏതൊരു കാര്യമാണെങ്കിൽ പോലും സ്നേഹം മാത്രമല്ല, ഏതു കാര്യമായാലും അത് തുല്യ അളവിൽ നൽകുവാൻ പരിശ്രമിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ഒരിക്കലും ഒളിച്ചു ഓടുവാൻ തയ്യാറാവുന്ന വ്യക്തികളല്ല നിങ്ങൾ. അതിനെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്യുവാനും മറ്റുള്ള വ്യക്തികളിൽ നന്മ നിറയ്ക്കുവാനും ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളിലുള്ളത്. എന്നാൽ പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം വിപരീതമായിട്ടാണ്. നിങ്ങൾ ആർക്ക് ഒക്കെ വേണ്ടിയാണ് നന്മ ആഗ്രഹിക്കുന്നത്, അതെല്ലാം നിങ്ങൾ ആർക്കൊക്കെയാണ് സംരക്ഷിക്കുന്നത്, നിങ്ങൾ ആരൊക്കെയാണ് ചേർത്ത് പിടിക്കുന്നത്, അവരെല്ലാം പാതി വഴിയിൽ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ജീവിതത്തിൽ അനേകം പ്രയാസങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഈശ്വരാധീനം ഒന്നു മാത്രം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുന്നത്. വിഷ്ണു ഭഗവാന്റെയും ലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമാണ് നിങ്ങളെ ഈ കാര്യത്തിൽ നിന്നും, ഏത് അപകടത്തിൽ നിന്നും സംരക്ഷിക്കുന്നത്. നിങ്ങളുടെ ജീവിതം അത് ഭദ്രമായി മുന്നോട്ട് പോകുന്നതും അതുകൊണ്ട് തന്നെയാണ്. എല്ലാ വീട്ടിലും ഉള്ളതുപോലെ തന്നെ മനപ്രയാസങ്ങളും മനക്കഷ്ടങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും രോഗഭാരങ്ങളും എല്ലാം നിങ്ങളുടെ ഭവനത്തിലും ഉണ്ടായിരിക്കാം. പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് തർക്കങ്ങൾ പരിഹരിച്ച് ജീവിതത്തിൽ നന്മയുണ്ടാക്കിക്കൊണ്ട് മുന്നോട്ടു പോവുക.
നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം നിങ്ങൾക്ക് തീർച്ചയായും ലഭിക്കുക തന്നെയാണ്. മറ്റൊരാളുടെ നന്മ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവരെ ജീവനതുല്യം സ്നേഹിക്കുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ ഈശ്വരൻ്റെ സാന്നിധ്യം എന്നും ഉണ്ടാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റുള്ളവരുടെ മുന്നിൽ യാതൊരു കാരണവശാലും തല കുനിക്കുവാൻ ഭഗവാൻ നിങ്ങളെ അനുവദിക്കില്ല. അത്രയധികം ഈശ്വരാനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട്. ഒരു 6 മാസത്തിനകം സമ്പൽ സമൃദ്ധിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ചുറ്റുമുള്ളവരിലും നിങ്ങളിലും നന്മകൾ കണ്ട് നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടാൻ പോവുകയാണ്. സമൃദ്ധിയും സന്തോഷവും നിറഞ്ഞ നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് ഈ കാലയളവിൽ ഉണ്ടായിത്തീരുന്നതാണ്. ഇനി രണ്ടാമത്തെ ചിത്രമായ താമരപ്പൂവാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ്. ഭദ്രകാളിയമ്മയുടെ എല്ലാവിധ അനുഗ്രഹവും കനിഞ്ഞു കിട്ടിയ വ്യക്തികളായിട്ടാണ് നിങ്ങളെ കാണുന്നത്. ജീവിതത്തിൽ പല പ്രതിസന്ധി ഘട്ടങ്ങളിൽ വരുമ്പോഴും, എന്തൊരു കഷ്ടങ്ങൾ വരുമ്പോഴും അമ്മയെ നന്നായി മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഭദ്രകാളി ദേവിയുടെ ഒരു സ്വഭാവം പോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ് നിങ്ങൾ. എന്നാൽ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളുടെ ജീവൻ പോലും നൽകാൻ നിങ്ങൾ തയ്യാറാണ്. അത്രയധികം ധ്യാനശീലരാണ് നിങ്ങൾ. എന്നാൽ ചില മനസ്സുകളെ പെട്ടെന്ന് വേദനിപ്പിക്കാനും കഴിയും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് നിങ്ങൾ അറിയാതെ പോയതാണെങ്കിലും ചിലപ്പോൾ ദേഷ്യപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സുകൾക്ക് വളരെയധികം വേദന നൽകും എന്ന കാര്യം ഓർക്കേണ്ടതാണ്. ചില കാര്യങ്ങൾ അത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ അത് തിരുത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാവുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ ചിലപ്പോഴൊക്കെ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് അത്രയധികം നന്മയുള്ളവരാണ്. അത് പുറത്ത് കാണിച്ചുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തികളെ തിരിച്ചും സ്നേഹിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. നിങ്ങളെ ഏറ്റവും അധികം അലട്ടുന്നത് സാമ്പത്തിക പ്രതിസന്ധി തന്നെയായിരിക്കാം. ഇന്നത്തെ കാലത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകുന്നതല്ല. അതുപോലെ തന്നെ നഷ്ടങ്ങൾ സംഭവിക്കുന്നവരുമുണ്ട്. പലതരത്തിലുള്ള വിഷമങ്ങളാണ് ഇന്നത്തെ കാലത്തുള്ളത്. അത്തരം പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും നിത്യവും ജീവിതത്തിൽ ഈശ്വരവിശ്വാസത്തിന് പ്രാധാന്യം നൽകുക. സ്വന്തമായി ഒരു ഭവനം, സ്വന്തം വാഹനം, ഇതെല്ലാം നിങ്ങളുടെ സ്വപ്നങ്ങളാണ്. ഇതെല്ലാം എനിക്ക് കിട്ടുന്നില്ല എന്ന് ഈശ്വരനോട് പല പ്രാവശ്യം സങ്കടം പറഞ്ഞിട്ടുണ്ടാകും. ജീവിതത്തിൽ നിങ്ങൾ കടത്തിൽ അപകടപ്പെടാതിരിക്കുവാൻ ഭഗവാൻ തന്നെയായിരിക്കും ഇത്തരം സൗഭാഗ്യങ്ങളെല്ലാം തൽക്കാലത്തേക്ക് നിങ്ങളിൽ എത്തണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാകും. ജീവിതം മുന്നേറുന്ന അവസരങ്ങളിൽ ക്രമേണ നിങ്ങൾക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് തൊടുകുറി ഫലം കാണുന്നത്. ഭവനം, വാഹനം, വസ്തു, സന്താന സൗഭാഗ്യം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ എത്തിച്ചേരും എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഇപ്പോഴത്തെ കടങ്ങളെല്ലാം തീർത്ത് നിങ്ങളുടെ ജീവിതം സമ്പൂർണ്ണ ഐശ്വര്യമായി തീരും എന്ന് തന്നെയാണ് ഫലം. ഇപ്പോൾ അല്പം പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മാറുവാൻ വളരെ കുറച്ച് കാലങ്ങൾ മാത്രമേ വേണ്ടൂ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങളും ഗുണകരമായ അനുഭവങ്ങളും എല്ലാം കാലത്തേക്കും വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. നിങ്ങൾക്കുണ്ടായ ദുരനുഭവങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും ഗുണകരമായ കാര്യം സാക്ഷാൽ ഭദ്രകാളി ദേവിയെ നിത്യവും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മുന്നേറുക. ഇതൊക്കെയാണ് തൊടുകുറി ഫലമായി പറയാനുള്ളത്.